നമ്മുടെ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യവും വളരെ കാലമായി ഡയറ്റ് സ്വീകരിച്ച ആളുമാണ് മുൻ MLA CP മുഹമ്മദ് സാർ. അദ്ദേഹമാണ് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട CP മുഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള കേരള നിയമസഭയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന ഇപ്പോഴത്തെ MLA PTA റഹീം സാഹിബ് അവറുകളെ, പ്രിയങ്കരനായ മാപ്പിളപ്പാട്ട് കലാരംഗത്തെ അതികായനായ ഫൈസൽ ഇളയറ്റിൽ, LCHFൻ്റെ കേരളത്തിലെ എല്ലാമായ ബ്രാൻഡ് അംബാസഡർ കൂടിയായ ഹബീബ് റഹ്മാൻ അവറുകളെ, ശ്രീ അസീം മൽഹോത്ര എന്ന പ്രഗത്ഭ കാർഡിയോളജിസ്റ്റ്, അഞ്ജലി ഹൂഡ, ശങ്കർജി, പ്രൗഢഗംഭീരമായ ഈ സദസ്സിലെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഡിസംബറിൽ നടത്താൻ തീരുമാനിച്ച ഈ കൂട്ടായ്മ അസീം മൽഹോത്രയുടെ സൗകര്യാർത്ഥം ഫെബ്രുവരി 2-ാം തീയതിയിലേക്ക് നീക്കിവെക്കുകയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ, നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകവ്യാപകമായി LCHF അഥവാ കീറ്റോ ഡയറ്റ് എന്ന ഒരു ഭക്ഷണ രീതി സ്വീകരിച്ചിരിക്കുകയാണ്. ലോകചരിത്രത്തിൽ ഇത്രമാത്രം വേഗത്തിൽ ജനങ്ങളിൽ പടർന്നു പിടിച്ച ഒരു ഭക്ഷണ രീതി വേറെ ഉണ്ടായിട്ടില്ല. ഇത് സ്വീകരിച്ചവരെല്ലാം ആദ്യ നോട്ടത്തിലെ അനുരാഗം പോലെ ഈ ഭക്ഷണ രീതിയോട് അനുരാഗവിവശരായി എന്ന് ആലങ്കാരിക ഭാഷയിൽ പറയുന്നതിൽ തെറ്റില്ല. ഈ ഭക്ഷണ രീതി സ്വീകരിച്ചവർക്കെല്ലാം അതിൻ്റേതായ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ 10 വർഷം മുമ്പ് മരണത്തിൽ നിന്ന് പുനർജന്മം നേടിയ ഒരു വ്യക്തിയാണ്. ഗില്ലൻബാരി സിൻഡ്രോം എന്ന് പറയുന്ന ലക്ഷങ്ങളിൽ ഒരാൾക്കുണ്ടാവുന്ന അതിമാരകമായ രോഗം ബാധിക്കുകയും ഡോക്ടർമാർ ഇനി ജീവിതത്തിലേക്ക് മടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷേ അതോടൊപ്പം എനിക്ക് പ്രമേഹം ബാധിച്ചു. എൻ്റെ ആ പ്രമേഹം 2 നേരം കാര്യമായ തോതിൽ ഇൻസുലിൻ കുത്തിവെച്ചിരുന്ന പ്രമേഹം ഈ LCHF ഡയറ്റ് സ്വീകരിച്ചതോടുകൂടി ഇൻസുലിൻ വേണ്ട എന്ന് വെച്ചു. ഈ ഡയറ്റ് സ്വീകരിച്ച് ഒരാഴ്ചക്കകം ഇന്നേ വരെ നോർമലായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. പക്ഷേ നിർഭാഗ്യവശാൽ വൈദ്യശാസ്ത്രത്തിലെ പരമാധികാരികളാണ് എന്ന് സ്വയം ഭാവിക്കുന്ന, ഞാൻ എല്ലാ ഡോക്ടർമാരെയും അടക്കി പറയുന്നില്ല, എല്ലാ വിഭാഗത്തിലും നല്ലവരും ചീത്തയുമുണ്ട്, ഒരു ന്യൂനപക്ഷം വരുന്ന ഡോക്ടർമാർ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഇതിനെതിരെ പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു ഡോക്ടർ രമേഷ് കുമാറിൻ്റെ വീഡിയോ കണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഷഫീഖ് മാട്ടുമൽ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ വീഡിയോയും കണ്ടു. എല്ലാവരും ഉയർത്തുന്നത് ശാപവചനങ്ങളാണ്. ക്യാൻസർ ഉണ്ടാവും, ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാവും, കരൾ രോഗം ബാധിക്കും, കിഡ്നി തകരും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് കാണൂ. ഞാനതൊന്നും സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. ആരാണ് ഇവർക്ക് ഇതിന് അധികാരം കൊടുത്തത് എന്നെനിക്കറിയില്ല. മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കയില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിൻ്റെ രുചി അറിയാത്ത ഒരാളെയും സർവശക്തനായ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. മഹാഭാരതത്തിൽ തടാകക്കരയിൽ പ്രത്യക്ഷപ്പെട്ട യക്ഷൻ യുധിഷ്ഠിരനോടൊരു ചോദ്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന്. ത്രികാലജ്ഞാനിയായ യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി, ഓരോരുത്തരും മരിക്കുമ്പോഴും നമുക്ക് മരണമുണ്ട് എന്ന് നമ്മൾ ഓർക്കാറില്ല എന്ന്.
അപ്പോൾ മരണം എന്നുള്ളത് MT വാസുദേവൻ നായർ എഴുതിയത് രംഗബോധമില്ലാത്തൊരു കോമാളിയാണ് മരണം എന്നാണ്. അത് ഒരു ഡോക്ടർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ മാത്യു റോയി ആയിരുന്നു. കാർഡിയോളജിസ്റ്റുകളുടെ സമ്മേളനത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ തളർന്നു വീണ് അദ്ദേഹം മരിച്ചു. പിന്നെ VIP-കളെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടറായിരുന്നു കോഴിക്കോട് പ്രാക്ടീസ് ചെയ്തിരുന്ന CBC വാര്യർ. അദ്ദേഹം ക്യാൻസറായിട്ട് മരിച്ചു. ഡോക്ടർ PK അബ്ദുൽ ഗഫൂർ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ന്യൂറോളജിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇപ്പോഴത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മണപ്പാട് ഹോസ്പിറ്റലിൽ രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അറ്റാക്കായിട്ട് മരിച്ചു. അതുകൊണ്ട് മരണം പ്രവചിക്കാൻ ഒരു പ്രമാണിയായ ഡോക്ടർക്കും സാധിക്കയില്ല. പക്ഷെ ഇവരെ LCHF സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡെമോക്രസിൻ്റെ വാള് പോലെ നിങ്ങളുടെ തലയിൽ മരണം തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആളുകളെ ഭയപ്പെടുത്തുകയാണ്. ഇത് ഈ ഭക്ഷണം കഴിക്കുന്നവരുടെ ആരോഗ്യത്തിലുള്ള അമിതമായ താല്പര്യം കൊണ്ടോ ഇവർക്ക് അപരിചിതരായ ഈ ഭക്ഷണം കഴിക്കുന്ന 10,000-കണക്കിന് ആളുകളോടുള്ള സ്നേഹമോ കാരുണ്യമോ കൊണ്ടല്ല. ഇവർ പറയുന്നത് ഇവരുടെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് മാത്രമാണ്. കാരണം ഇവരുടെ പിന്നിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ. ഒരുപാട് ഡോക്ടർമാരുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാനും. ഞാൻ അലോപ്പതിക്ക് എതിരല്ല. എനിക്ക് പുനർജന്മം നൽകിയത് അലോപ്പതിയാണ്. പക്ഷേ ഇവർ ചോദ്യം ചോദിക്കുന്നത് എഞ്ചിനീയർക്ക് എന്താണ് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ അർഹത എന്താണ്? ഈ വിമർശിക്കുന്ന ഡോക്ടർമാരാരും നമ്മുടെ രാജ്യത്തെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചോ 10,000 റോഡപകടത്തിൽ മരിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് 10,000 രോഗികളാകുന്നതിനെക്കുറിച്ചോ ഒന്നും ഉത്കണ്ഠപ്പെടുന്നവരല്ല. ഇവരെ ഭയപ്പെടുത്തുന്നത് ഈ സാമ്പത്തിക താല്പര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്താരാഷ്ട്ര മരുന്ന് ലോബി ഇതിൻ്റെ പിന്നിലുണ്ട്. ഓരോ ഇംഗ്ലീഷ് മരുന്നിൻ്റെയും ലാഭം എത്രയാണ് എന്ന് ഞാനിവിടെ വിവരിക്കുന്നില്ല. എൻ്റെ നാട്ടിലൊരു ആയുർവേദ വൈദ്യനുണ്ടായിരുന്നു. അയാളുടെ മരുന്ന് കടയിൽ വന്ന് ഒരാൾ പണ്ട് 12 രൂപയ്ക്ക് ഒരു കുപ്പി ദശമൂലാരിഷ്ടം വാങ്ങി. 2 രൂപ കൊടുത്ത് 10 രൂപ കടം പറഞ്ഞു പോയി. ഇത് കണ്ട ഒരാൾ 2 മാസം കഴിഞ്ഞ് വൈദ്യരോട് ചോദിച്ചു, നടന്ന സംഭവമാണ്. വൈദ്യരോട് ചോദിച്ചു, അല്ല വൈദ്യരെ, ആ 2 രൂപ തന്ന് 12 രൂപയുടെ അരിഷ്ടം കൊണ്ടുപോയ ആൾ ആ ബാക്കി പൈസ തന്നു എന്ന്. അപ്പോൾ വൈദ്യർ പറഞ്ഞു, അവനൊരു വൃത്തികെട്ടവനാണ്, അവൻ പൈസ തന്നില്ല, ഒരുപാട് തവണ ചോദിച്ചു. പിന്നെ ഞാൻ വഴക്കിനൊന്നും പോയില്ല, 2 രൂപ കിട്ടിയാലുണ്ട് മര്യാദ ലാഭമെന്ന്. ഇതാണ് മരുന്നുകളുടെ വില. 75% വരെ മരുന്നുകൾക്ക് കമ്മീഷൻ വാങ്ങുന്ന ആശുപത്രികളും ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടർ ഇട്ട പോസ്റ്റിൽ പറഞ്ഞത് തന്നെ കോടാനുകോടി രൂപ ചെലവഴിച്ച് ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളും കാത്ത ലാബുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ LCHF ഇങ്ങനെ മുന്നോട്ട് പോയാൽ, അറിയാതെ സത്യം പറഞ്ഞു പോയതാണ്, ഈ ആശുപത്രികളെല്ലാം പൂട്ടേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തികച്ചും സാമ്പത്തികമായ താല്പര്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ് സത്യം. നമ്മളാരും ഇതിനു വേണ്ടി ഒരു പരസ്യവും നടത്തിയിട്ടില്ല. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന പോലെ എല്ലാ മരുന്നും ഫലിക്കാതെ വരുമ്പോൾ കാളൻ നെല്ലായി എന്ന് പോലെ നമ്മളാരും എല്ലാത്തിനുമുള്ള മറുമരുന്നാണ് LCHF എന്ന് ബോർഡ് വെക്കുകയോ പത്രങ്ങളിലൂടെ പരസ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച നമ്മൾ ഓരോരുത്തരും ഇത് സ്വീകരിച്ചു. അരീക്കോട്ടുകാരൻ, അരീക്കോട് എന്ന് പറയുന്നത് കേരളത്തിലെ ഫുട്ബോളിൻ്റെ മക്കയാണ്. കേരളത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നമായൊരു പ്രദേശമാണ്. അവിടെ നിന്ന് ഒരു എൻജിനീയറായി, കേരള PWDയിൽ നിന്ന് സൂപ്രണ്ടൻറ്റിംഗ് എൻജിനീയറായി റിട്ടയർ ചെയ്ത ഹബീബുർ റഹ്മാൻ എന്ന് പറയുന്ന നിഷ്കാമ കർമ്മത്തിൻ്റെ പര്യായമായ ഒരു മനുഷ്യൻ ഈ ദൗത്യം ഏറ്റെടുത്ത് കേരളത്തിലാകെ തൻ്റെ എല്ലാവിധ അസൗകര്യങ്ങളും എല്ലാവിധ ജോലികളും മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി
നടത്തുന്ന പോരാട്ടത്തെ കളിയാക്കിക്കൊണ്ട് എഞ്ചിനീയർമാർക്ക് ഡോക്ടർമാരുടെ പോലെ ഈ കാര്യത്തിൽ വിവരമുണ്ടോ എന്ന് ചോദിക്കുന്ന അലോപ്പതിയിലെ ഒരു വറ്റം ഡോക്ടർമാർ ഒരു കാര്യം മനസ്സിലാക്കുക, അവരെ വൈദ്യശാസ്ത്രത്തിൻ്റെ പരമമായ അതോറിറ്റി ഒന്നുമല്ല. അവർക്ക് ഈ കാര്യത്തിലുള്ള വ്യഗ്രത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാരെ നിങ്ങൾ സ്വയം ചികിത്സിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ മരണത്തിന് സ്വച്ഛന്ത മൃത്യുവിന് വരം ലഭിച്ച ഭീഷ്മ പിതാമഹന്മാരൊന്നുമല്ല ഈ ഡോക്ടർമാർ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. LCHF ആയാലും ഏത് ചികിത്സ ഭക്ഷണ രീതിയായാലും ഇനി ഏതെങ്കിലും പുതിയ മരുന്നായാലും ഇതൊരു പുതിയ മരുന്നല്ല, ഒരു ഭക്ഷണ രീതി മാത്രമാണ്. ഓരോന്നിനും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കാതെ പ്രവർത്തിച്ചാൽ അധികമായാൽ അമൃതും വിഷമാവുമെന്നുള്ളത് നമ്മൾ ഓർക്കണം. പ്രോട്ടീനും അതുപോലെ ഫാറ്റും കഴിക്കാനുള്ള അനുവാദം ലഭിക്കുമ്പോൾ ഇതൊരവസരമാണ് എന്ന് കരുതി ഇതിൻ്റെ പ്രഖ്യാപിതമായ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് മാംസം തന്നെ കഴിക്കാനും കോഴിമുട്ട കഴിക്കാമെന്നുള്ളത് കൊണ്ട് അത് 10ഉം 15ഉം ആയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരും അപകടം ക്ഷണിച്ചു വരുത്തും. അപ്പം അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള പഠനം വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രഖ്യാപിതമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഈ ഭക്ഷണ രീതി തുടരാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യത്തെ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് സ്വതവേ തന്നെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇപ്പോൾ വ്യാപകമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നന്മയാണ്. ആ നന്മ നിലനിൽക്കട്ടെ. ഇതിൻ്റെ വിമർശകന്മാരോട് കൂടുതലൊന്നും പറയുന്നില്ല. എരവഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ, കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിൽ, ഈ LCHF ഈ രോഗം ബാധിച്ച് അവശത അനുഭവിക്കുന്നവർക്കുള്ള ഒരു മറുമരുന്നാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്തതായി ഈ മഹത്തായ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനനായ കുന്ദമംഗലം MLA കൂടിയായ നമ്മുടെ ഈ LCHF പ്രയോക്താവ് കൂടിയായിട്ടുള്ള PT റഹീം അവരുടെ അഭ്യർത്ഥിക്കുന്നു.